അപ്പോൾ എനിക്ക് ഇത്രയും പൈസ കിട്ടി, ഞാൻ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആയിട്ട് വിചാരിക്കരുത്. സംഭവം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഈ കൊച്ചു കൊച്ചു സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതൊന്നും അധികം ആൾക്കാർ പറഞ്ഞു തരാറില്ല. ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെയൊക്കെയോ ആണ്. അവർ ചെയ്യത്തില്ല. നമുക്ക് പൈസ കിട്ടുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് ചിലർക്ക് ഒരു എനിക്കാണെങ്കിൽ പോലും തോന്നും, നീ അങ്ങനെ ഇപ്പോൾ പൈസ ഉണ്ടാക്കണ്ടെന്ന്. ഹേ ഗൈസ്, കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോകാനും ഫുഡ് അടിക്കാനും സിനിമ കാണാനും അങ്ങനെയൊക്കെ കുറേ ആവശ്യങ്ങളില്ലേ. അതിനൊക്കെ നമ്മൾ വീട്ടിൽ പൈസ വയ്ക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതെ, ഇതായിരിക്കും ഒട്ടുമിക്ക വീട്ടിലും അവസ്ഥ. എൻ്റെ വീട്ടിലും ഇത് തന്നെയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ പൈസ ഉണ്ടാക്കണം എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് യൂട്യൂബിൽ വീഡിയോസ്, ഹൗ ടു മേക്ക് ഇൻകം, ഹൗ ടു മേക്ക് മണി, അങ്ങനെ കുറേ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നു. ചുമ്മാ റീൽസ് കണ്ടിട്ട് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ പരസ്യം കാണുന്നു. അങ്ങനെ അതെല്ലാം ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ ഒരു ഗുണവും ഇല്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, അങ്ങനെയൊന്നും ഒരു പൈസയും കിട്ടത്തില്ല. പക്ഷേ ചെറിയ ചെറിയ പൈസകൾ എന്ന് വെച്ചാൽ 10, 20, 30, 100 അങ്ങനെയൊക്കെ കുറച്ച് പൈസകൾ കിട്ടുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ച് ഞാൻ കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അത്യാവശ്യത്തിന് ഫുഡ് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ആ ഒരു പൈസ ഉപയോഗിക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എങ്ങനെയാണ് എൻ്റെ പോക്കറ്റ് മണി ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യമാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് പൈസ ഉണ്ടാക്കാമെന്നൊക്കെ പല പരസ്യങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് വർക്കൗട്ടായി തോന്നിയിട്ടില്ല. സംഭവം ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷേ ആരും ഇതുവരെ എനിക്കൊരു പേയ്മെൻറ്റ് തന്നിട്ടില്ല. അങ്ങനെ ഞാൻ അവസാനം കണ്ടെത്തിയ പരിപാടിയാണ് യൂണിസോൺ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. യൂണിസോൺ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമായിരിക്കും. സംഭവം യൂണിസോൺ എന്ന് പറഞ്ഞ ആപ്പ് വേറെയുള്ള കമ്പനീസുമായിട്ട് കയ്യെ ചെയ്തിട്ട് ഓരോ ആഡുകൾ നമുക്ക് തരും. അത് നമ്മൾ ഓരോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടണം. അപ്പോൾ ആ വ്യൂസിനനുസരിച്ച് അവർ പൈസ തരും. അതാണ് സംഭവം. എനിക്കൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ 250+ വ്യൂസൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂസിനനുസരിച്ചായിരിക്കും പൈസ. എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഇടുമ്പോൾ 22 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം വ്യൂസ് കുറവാണെങ്കിൽ 3 രൂപ 4 രൂപ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് 3 രൂപ കിട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം ഏകദേശം 3 മാസം ഞാൻ ഈ യൂണിസോൺ ആപ്പ് ഉപയോഗിച്ചിരുന്നു. 3 മാസത്തിൽ എനിക്ക് കിട്ടിയൊരു ഏണിങ്സാണ് ഇതായി കാണിക്കുന്നത്. ഏകദേശം 350 രൂപയാണ് എനിക്ക് യൂണിസോൺ ആപ്പ് വഴി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത്രയും പൈസ കിട്ടി, ഞാൻ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആയിട്ട് വിചാരിക്കരുത്. സംഭവം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഈ കൊച്ചു കൊച്ചു സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതൊന്നും അധികം ആൾക്കാർ പറഞ്ഞു തരാറില്ല. ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെയൊക്കെയോ ആണ്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സെക്കൻഡ് വൺ, റെഫറിങ്. സംഭവം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, ആ ആപ്പ് വേറൊരാൾക്ക് റെഫർ ചെയ്യുന്നു. സംഭവം എല്ലാ ആപ്പിലും റെഫറിങ് വർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ ചെയ്യാറുള്ളത് പേടിഎം, ഗൂഗിൾ പേ, നവി എന്ന് പറയുന്ന 3 ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. ഞാൻ അങ്ങനെ അധികം ഒന്നും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അറിയാവുന്ന ആൾക്കാർ, എന്ന് വെച്ചാൽ കൂട്ടുകാർ, ക്ലാസ്സിലുള്ള ആൾക്കാർ, പിന്നെ ഇപ്പുറത്തൊക്കെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ മാത്രം ഞാൻ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യും. ആപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് പറയും, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒരു 10 രൂപ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് റെഫറൽ ലിങ്ക് കിട്ടും, നിനക്ക് ഞാൻ 20 രൂപ 10 രൂപ തരാം എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ചോദിക്കും. അപ്പോഴത്തേക്ക് ചിലവർ ചെയ്യത്തില്ല. നമുക്ക് പൈസ കിട്ടുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് ചിലർക്കൊരു എനിക്കാണെങ്കിൽ പോലും തോന്നും, നീ അങ്ങനെ ഇപ്പോൾ പൈസ ഉണ്ടാക്കണ്ടെന്ന്. ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരടുത്ത് പൊയ്ക്കോളാൻ പറയണം. എന്നിട്ട് നമ്മൾ അത്രയ്ക്ക് അടുപ്പമുള്ളവരടുത്ത് ഈ ഒരു ലിങ്ക് സെൻഡ് ചെയ്തിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യും. അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കിയത് പേടിഎം വഴിയാണ്. ഞാൻ 400 രൂപ ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് ഫുഡ് അടിക്കാനോ അങ്ങനെയൊക്കെയുള്ള കൊച്ചു ചിലവിനൊക്കെ അതൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്പാണ് നവി. ഈ ആപ്പിനെ പറ്റി കുറച്ച് പറയാനുണ്ട്. ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നും അധികം ആൾക്കാർ അറിഞ്ഞൂടാ. അവിടെയാണ് ഈ നവി ആപ്പ് സിമ്പിളായിട്ട് നമുക്ക് ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ തരുന്നത്. സംഭവം നമുക്ക് 10 രൂപ തൊട്ട് എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഡിജിറ്റൽ ഗോൾഡിലോട്ട്. സംഭവം നമുക്കൊരു പാൻ കാർഡ് ഉണ്ടായിരിക്കണം. നമുക്ക് ആ പാൻ കാർഡ് വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടിയുള്ള ഗോൾഡ് നമുക്ക് അതിനകത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ തീർച്ചയായും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് ഇപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നവി ആപ്പ് യൂസ് ചെയ്ത് ഒരാൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു സെക്കൻഡ് തന്നെ നമുക്ക് 100 രൂപ ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പം എനിക്ക് ഏകദേശം 3 പേരെ ഞാൻ റെഫർ ചെയ്തിട്ടുള്ളൂ. 300 രൂപ ഏകദേശം ഈ ഒരു നവി ആപ്പ് വെച്ച് റെഫറൽ ഏണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. ജസ്റ്റ് എക്സ്പ്ലോർ ഇറ്റ്. തേർഡ് ആൻഡ് ദ ലാസ്റ്റ് വൺ, ഞാൻ ഈ പൈസ ഉണ്ടാക്കണം എന്നുള്ള തിരച്ചിലിൽ എത്തിപ്പെട്ട സംഭവമാണ് ഈ ഒരു സാധനം, പ്ലേ സ്റ്റോർ റിവ്യൂ. നമ്മളെല്ലാവരും പ്ലേ സ്റ്റോറിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പേ എത്ര റിവ്യൂ ഉണ്ട്, എത്ര പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ചിലരൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സംഭവം കുറേ പേര് ഇതുപോലെ നമുക്ക് ടാസ്ക് എന്ന രീതിയിൽ തരും. ഇപ്പം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിന് 5 സ്റ്റാർ റിവ്യൂ എടുക്കുക, ഒരു കമൻറ്റ് ഇടുക. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു 10 രൂപ ഇട്ട്. അങ്ങനെയാണ് സംഭവം. ജസ്റ്റ് ഒരു സ്കാമിങ് ആണ്. ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയാണ് ചെറിയ ഏണിങ്സ് ഉണ്ടാക്കിയത് എന്നൊരു രീതിയിൽ പറയുന്നതാണ്. സംഭവം ടെലഗ്രാമിലൊരു ഗ്രൂപ്പാണ്. അവരിതുപോലെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഞാൻ അവർക്ക് ഇതുപോലെ റിവ്യൂ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കമൻറ്റ് അത് അവിടെ തന്നെ ഉണ്ടെങ്കിൽ
നമുക്ക് അതിൻ്റെ ഒരു പേയ്മെൻറ്റ് 10 രൂപയായിരിക്കും ഒരു റിവ്യൂവിന് കിട്ടുക. അപ്പോൾ അത് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഏകദേശം ഒരു ദിവസം ഒരു 3 ആപ്പൊക്കെ ചിലപ്പോൾ വരാറുണ്ട് അവർ. അപ്പം ഒരു ഡെയിലി 30 എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഡെയിലി 30 രൂപ ചിലപ്പോൾ കിട്ടാറുണ്ട്, ചിലപ്പോൾ ഒരാപ്പും കിട്ടാറില്ല. സോ പെട്ടെന്ന് ഓടിച്ച് എല്ലാം ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്കും ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഇത് കാണുമല്ലോ. അപ്പം റഫറിങ് ആണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കൂടുതൽ ആൾക്കാരും പെട്ടെന്ന് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് റഫറിങ്. അപ്പോൾ ഇതുവരെയും പേടിഎമ്മോ ഗൂഗിൾ പേയോ നവി ആപ്പോ ഈ പറഞ്ഞ നവി ആപ്പോ ഇതൊന്നും എടുക്കാത്തവർക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എടാ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഇന്നതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മതി. ചിലപ്പം വേണമെങ്കിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു റിവാർഡിൽ നിന്ന് ഒരു 10-20 രൂപ അവർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. സോ ഞാൻ നേരത്തെ പറഞ്ഞ നവി ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ചെക്ക് ഔട്ട് ആൻഡ് ഏൺ മോർ. കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാൻ. ഗുഡ് ബൈ.